ഒന്നിലധികം ആളുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം എങ്ങനെ ലീഗലി രജിസ്റ്റർ ചെയ്യാം. ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇവിടെ മാക്സിമം മെമ്പേഴ്സിനൊരു ലിമിറ്റ് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ലയബിലിറ്റി അപ് ടു 25 lakhs വരെ ഉള്ളൂ. ബിസിനസ് എന്താണ്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് LLP ആയിട്ട് ബിസിനസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അറിയേണ്ടതായിട്ടുള്ളത്. ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെ ലീഗലി രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് ബിസിനസ് രജിസ്ട്രേഷൻ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ സ്റ്റക്കായി നിന്ന ആളുകൾ കാണും. നമുക്ക് പലതരം ബിസിനസ് രജിസ്ട്രേഷൻ അവൈലബിൾ ആണ്. ലൈക്ക് പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നിങ്ങനെ. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ആണ് അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് ബിസിനസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ കാണും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു ഫോം ഓഫ് ബിസിനസ് പ്രൊപ്പറേറ്റർഷിപ്പ്, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ജസ്റ്റ് ഒരാൾ മാത്രം നടത്തുന്ന ഒരു ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് രജിസ്ട്രേഷൻ ആണ് ഈ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരാൾ നടത്തുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചല്ല, മോർ ദാൻ ഒന്നിലധികം ആളുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം എങ്ങനെ ലീഗലി രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് രജിസ്ട്രേഷൻ ആണ് ഈ ഒന്നിലധികം ആളുകൾ നടത്തുന്ന ഒരു ബിസിനസ്സിന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന കാര്യമാണ്. ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. ഞാനും നിങ്ങൾ മീൻസ് ഈ വീഡിയോ കാണുന്ന ആരാണോ ആ വ്യക്തി. അപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ആസ് എ പാർട്ട്ണർ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നമുക്ക് നമ്മുടെ ഈ ബിസിനസ് ഏത് രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി എനിക്ക് തന്ന 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ പാർട്ട്ണർഷിപ്പായിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടോ ചെയ്യാം എന്നതാണ്. അപ്പോൾ ഞാൻ ഈ പാർട്ട്ണർഷിപ്പ് എന്താണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്താണ് എന്നൊക്കെ കുറിച്ച് പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അപ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി മീൻ ചെയ്യുന്നത് ഇൻ കേസ് നമ്മുടെ ബിസിനസ് ഫ്യൂച്ചറിൽ ഒരു നഷ്ടം വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഒരു ലോസ് സംഭവിച്ചാൽ ഈവൻ നമ്മുടെ പേഴ്സണൽ അസറ്റ്സ് വിറ്റുകൊണ്ടും നമ്മൾ ആ ഒരു കടം തീർക്കാൻ ബാധ്യസ്ഥരാണ്. ആൻഡ് അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ വലിയൊരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു റെക്കഗ്നേഷൻ നമ്മുടെ ഒരു ബിസിനസ്സിന് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ കുറിച്ച് ചിന്തിച്ചു. ഈ ഒരു ഫോം ഓഫ് ബിസിനസ്സിൽ ഈ 2 ഫാക്ടർ, ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും ഓക്കെയാണ്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, അതുപോലെ ഗ്ലോബൽ റെക്കഗ്നേഷൻ ഉള്ള ഒരു ഫോം ഓഫ് ബിസിനസ് രജിസ്ട്രേഷൻ ആണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 കാര്യത്തിൽ നമ്മൾ ഓക്കെ. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്കുണ്ടാവുന്ന കോസ്റ്റ്, അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് നീങ്ങി. ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന, ഞാനും നിങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിന് അത്രയും കോസ്റ്റ് താങ്ങാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം കൺഫ്യൂഷനായി. കാരണം നമ്മുടെ ബിസിനസ് ഒരുപാട് വലിയ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കി ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല. അപ്പോൾ നമുക്ക് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലായി. പിന്നെ 2008 ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത LLP ഫോം ഓഫ് രജിസ്ട്രേഷൻ. LLP എന്താണ്? ഈ ഫോം ഓഫ് രജിസ്ട്രേഷനിൽ കാണാൻ സാധിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഈ LLP ആയി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്? LLP രജിസ്ട്രേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്ന ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കാം. നമ്പർ 1, ലിമിറ്റഡ് ലയബിലിറ്റി. ഈ ഒരു ഫോം ഓഫ് ബിസിനസ്സിലെ ലയബിലിറ്റി എന്ന് പറയുന്നത്, പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ബിസിനസ്സിലുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. ആൻഡ് നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് 25 ലക്ഷം രൂപയേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ ലയബിലിറ്റി അപ് ടു 25 lakhs വരെ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ അസറ്റ്സ് ലയബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. നമ്പർ 2, ലോ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ്. ഈ ഒരു ഫോം ഓഫ് അല്ലെങ്കിൽ LLPയിൽ കമ്പാരിറ്റീവ്ലി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്.
ഇവിടെ അപ് ടു 40 lakhs വരെയാണ് നിങ്ങളുടെ ടേൺ ഓവർ എങ്കിൽ ഓഡിറ്റ് ഒന്നും ചെയ്യേണ്ടതായി വരുന്നില്ല. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്പെൻസസ് ഒക്കെ ഇവിടെ ഒഴിവാക്കാം. ആൻഡ് അതുപോലെ മീറ്റിംഗ്സ് ഒന്നും കണ്ടക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഇല്ല, ജനറൽ മീറ്റിംഗ്സോ മിനിറ്റ്സോ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഈ കോസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് LLPയിൽ സേവ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തത് അൺലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇവിടെ മാക്സിമം മെമ്പേഴ്സിനൊരു ലിമിറ്റ് പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണെങ്കിലും മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 200 എന്നൊക്കെ ഉള്ളൊരു കണ്ടീഷൻ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് LLPയിൽ മാക്സിമം നമ്പേഴ്സ് അൺലിമിറ്റഡ് ആണ്. എത്ര മെമ്പേഴ്സിനെ വേണമെങ്കിലും നിങ്ങൾക്ക് LLPയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഫോർത്ത് വൺ, ഈസി കൺവേർഷൻ ടു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ബിസിനസ് LLP ആയി നിങ്ങൾ ഫോം ചെയ്ത ബിസിനസ്സിന് ഫ്യൂച്ചറിൽ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട് ആൻഡ് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിന് വേണ്ടി ഫണ്ടൊക്കെ റേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് ഫ്യൂച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും വിത്ത് ദ സെയിം നെയിം. ഇനി ഞാൻ പറയാൻ പോകുന്നത് LLP ആയിട്ട് ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയെന്നാണ്. ഒന്നാമത്തത് റിസർവ് ആൻഡ് യൂണീക്ക് നെയിം. നിങ്ങളുടെ ബിസിനസ്സിന് വേറെ ബിസിനസ്സോ ബ്രാൻഡ് നെയിമോ ആയി സാമ്യമില്ലാത്ത ഒരു പേര് നിങ്ങൾ റിസർവ് ചെയ്ത് വെക്കണം. നമ്പർ 2, ഒബ്റ്റെയിൻ DSC, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫോംസ് എല്ലാം ഇലക്ട്രോണിക് ആയതുകൊണ്ട് തന്നെ ഈ ഫോംസ് സൈൻ ചെയ്യാൻ വേണ്ടി പാർട്ട്നേഴ്സിൻ്റെ DSC ഒബ്റ്റെയിൻ ചെയ്ത് വെക്കണം. നമ്പർ 3, ഡ്രാഫ്റ്റ് LLP അഗ്രിമെന്റ്. LLP അഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യാം. ഈ അഗ്രിമെന്റിൽ നിങ്ങളുടെ ബിസിനസ് എന്താണ്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം. നമ്പർ 4, സബ്മിറ്റിംഗ് ദീസ് ഡോക്യുമെന്റ്സ് വിത്ത് ROC. ROCയിൽ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. നമ്പർ 1, കമ്പനീസ് നെയിം. 2, പാർട്ട്നേഴ്സ് ID പ്രൂഫ് ആൻഡ് അഡ്രസ്. 3, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. 4, പ്രൂഫ് ഓഫ് ഓഫീസ് അഡ്രസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് LLP ആയിട്ട് ബിസിനസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അറിയേണ്ടതായിട്ടുള്ളത്. സോ നിങ്ങളുടെ ബിസിനസ് വളരെ ചെറുതാണ്, നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ് ഒന്നും നിങ്ങൾക്ക് ചിലവാക്കാനില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സൊസൈറ്റിയിൽ ഒരു ക്രെഡിബിലിറ്റി ആവശ്യമുണ്ട് നിങ്ങളുടെ ബിസിനസ്സിന്. നിങ്ങൾക്ക് ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കണം എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് LLP ആയിട്ട് നിങ്ങളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. So I hope this video is really useful for you all. If you like this video, please do share and subscribe our channel. Thank you.